എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ടാരോട്ട് കാർഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക. പക്ഷേ ഇത് ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. ഈ നിമിഷത്തിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് കൃത്യമായി പറയാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഫയലാണ്. നമുക്ക് ഒന്നാമത്തെ കാർഡ് ദി ഫൂളാണ് ഒന്നാമത്തെ കാർഡ് വരുന്നത്. നമുക്ക് നോക്കാം. ആ വ്യക്തി ഒരു യാത്രയിലാണ്. ആ യാത്രയ്ക്ക് വലിയ പ്രാധാന്യമില്ല. അതായത് അധികം ചിന്തിക്കാതെയാണ് ആ യാത്ര നടത്തുന്നത്. അത് ഫിസിക്കലി ഉള്ളൊരു യാത്രയാവണമെന്നില്ല. ചിലപ്പോൾ ജീവിതയാത്രയിൽ മൊത്തത്തിലുള്ള ഒരു കാര്യമായിരിക്കാം. ഏതായാലും ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു ജീവിതവുമായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തി ഒരു ഒഴുക്കൻ മട്ടിൽ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ നിഷ്കളങ്കതയുള്ള ഒരു പോക്കാണ്. വളരെ അല്ലാതെ ദുരുദ്ദേശപരമായിട്ടുള്ളൊരു പോക്കല്ല. നിഷ്കളങ്കമായ ഒരു പോക്കാണ് ആ വ്യക്തിയിൽ നിന്നുണ്ടാകുന്നത്. സംശുദ്ധമാണ് ആ വ്യക്തിയുടെ മനസ്സ്, നിഷ്കളങ്കമാണ്. പക്ഷേ ചതിക്കപ്പെടുമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധിയിൽ പോകുമോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയോടുകൂടി നിഷ്കളങ്കമായാണ് പോകുന്നത്. ആ വ്യക്തിക്ക് ഒന്നിലും മനസ്സുറക്കാത്തൊരവസ്ഥ ഇവിടെ ദൃശ്യമാണ്. വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. പക്ഷേ വെല്ലുവിളികളും വരാനിരിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം നിഷ്കളങ്കമാണ്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു രൂപരേഖ ആ വ്യക്തിയുടെ മനസ്സിലില്ല. പക്ഷെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ വ്യക്തി ഇപ്പോൾ മാനസികമായിട്ട് തയ്യാറായിട്ടുണ്ട്. വ്യക്തി ഒരു സാങ്കല്പിക പ്രണയ ലോകത്താണ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളോടുള്ള കടുത്ത പ്രണയം കൊണ്ട് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പോകുന്നത്. കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ കൃത്യമായ ധാരണ ഒന്നുമില്ല. പിന്നെ ലക്ഷ്യങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും ഒരു പരിധിയില്ലാത്തൊരു പോക്കാണ്. താൻ എന്തോരം കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകണം എന്നൊന്നും അറിയില്ല. പക്ഷേ ആത്മാർത്ഥമായി നിങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു മനസ്സ് കൃത്യമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഏതായാലും ആത്മാർത്ഥതയ്ക്കൊന്നും കുറവില്ല. എന്ത് വന്നാലും നിങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് അതിയായ ആഗ്രഹം ആ വ്യക്തിക്കുണ്ട്. നിന്ന് തന്നെയാണ് അതിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ ഭാവി എന്താണെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ തൽക്കാലം ഇല്ല. എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു രൂപരേഖയോ ആ മനസ്സിലില്ല എന്നുള്ളതാണ്. ഈ വെല്ലുവിളികൾ കഴിഞ്ഞിട്ടില്ല. വെല്ലുവിളികൾ ഒരു മല പോലെ ആ വ്യക്തിയുടെ മുൻപിലുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പ്രണയ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും വെല്ലുവിളികൾ മാറ്റപ്പെടുന്നില്ല. വെല്ലുവിളിയിൽ നിന്ന് മോചനമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചിലത് മാറ്റിവെച്ചിട്ടുണ്ട്. അത് പ്രണയാർദ്രമായിട്ടായിരിക്കാം, പ്രണയത്തിൻ്റെ കാര്യത്തിലായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ പലതും ആ വ്യക്തി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന് വിട്ടുവീഴ്ച ചെയ്യാൻ ഇപ്പോൾ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുമായിട്ടുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ ആ ഒരു പിൻബലത്തിൽ നിങ്ങൾക്ക് വേണ്ടി പല ആനുകൂല്യങ്ങളും, നിങ്ങൾക്ക് വേണ്ടി പല അവസരങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ വ്യക്തിക്കുള്ള പലതും നിങ്ങൾക്ക് വേണ്ടി ത്യജിച്ചുകൊണ്ട് വൃഥാവിൽ ഇറങ്ങി വരാൻ ആ വ്യക്തി തയ്യാറാണ്. അല്ലാതെ നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇന്നത് നഷ്ടമായി, ഇന്നത് പോയി, അങ്ങനെയുള്ള വാശികളൊന്നും ആ വ്യക്തി എടുക്കില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ വ്യക്തിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പലതും മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പലതും എടുത്തു വെക്കുന്നുണ്ട്. മാത്രമല്ല വളരെ ആത്മാർത്ഥപരമായ സ്നേഹം നിങ്ങളോടുണ്ട്. വളരെ ആത്മാർത്ഥപരമായിട്ട്, വെറുതെ അല്ല. ആ വ്യക്തി കൂടെ നടക്കുന്നത് ആത്മാർത്ഥതയും കൊണ്ടാണ്. ആത്മാർത്ഥത വിട്ടുകളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനും ആ വ്യക്തി തയ്യാറല്ല. ആത്മാർത്ഥത കളയുവാൻ ആ വ്യക്തി തയ്യാറല്ല. ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ കൃത്യമായൊരു പ്രണയം നിങ്ങളെക്കുറിച്ചുണ്ട്. നിങ്ങളെക്കുറിച്ച് പ്രണയിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. പ്രണയത്തിൻ്റെ പല ഭാവങ്ങളും, പ്രണയത്തിൻ്റെ പല ദൃശ്യങ്ങളും ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ട്. നിങ്ങളെക്കുറിച്ച് പ്രണയാർദ്രമായാണ് ചിന്തിക്കുന്നത്, അല്ലാതെ വെറുതെ യാന്ത്രികമായിട്ടല്ല. പിന്നെ നിങ്ങളോടൊപ്പം ഒരുമിച്ച് മുന്നേറണമെന്ന് ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. ഒരുമിച്ച് തന്നെ മുന്നേറണമെന്ന്, അല്ലാതെ നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനോ ഒന്നുമല്ല. നിങ്ങളുമായി
ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ് വിജയമെന്ന് ആ വ്യക്തിയുടെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. അതിനൊരു ആത്മീയ സ്വഭാവമുണ്ട്. അപ്പോൾ അതായത് വിശ്വാസപരമായും ഒക്കെ നിങ്ങളിൽ ഉള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു തരംഗം ആ വ്യക്തി ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാതെ വെറുതെ ഒരു യാന്ത്രികമായ തോന്നിയ ഇതല്ല. നിങ്ങളുമായിട്ട് മാനസികമായിട്ട് ഒരുമിച്ച് നിന്ന് ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടണമെന്ന് ആ വ്യക്തി കൃത്യമായി ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രതിസന്ധികളെ അങ്ങനെയാണ് മറികടക്കാൻ കഴിയുമെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഒരുമിച്ച് മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുക, നിങ്ങളുടെ സന്തോഷം നിലനിർത്തുക, നിങ്ങളും സന്തോഷിക്കുക, ആ വ്യക്തിയും സന്തോഷിക്കുക. അല്ലാതെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് ഒരു പോക്കിനെ കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ മികച്ച സ്നേഹമായിട്ടും മികച്ച സൗഹൃദമായിട്ടും മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി, ഒരാൾക്ക് മാത്രം പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. സന്തോഷം ഉണ്ടാകുമ്പോൾ രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാവണം, ഒരുമിച്ചുണ്ടാകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവണം. അതായത് നിങ്ങൾക്കൊപ്പം സന്തോഷമായാലും ദുരിതമായാലും ദുഃഖമായാലും നിങ്ങൾക്കൊപ്പം ജീവിക്കുക. അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനാണ് ആ വ്യക്തി തയ്യാറെടുക്കുന്നത്. പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നത് തടയാനായിട്ട് ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ആ വ്യക്തി പരിഗണിക്കുന്നില്ല. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് പലരും ആ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ പിന്തിരിപ്പിക്കൽ ശ്രമങ്ങളൊന്നിലൊന്നും ആ വ്യക്തി വീണു പോകുന്നില്ല. ആ വ്യക്തിക്ക് അറിയാം നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ വ്യക്തിയുടെ ഇഷ്ടം. അല്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്നതിന് പകരമായിട്ട് വേറെ ആരെങ്കിലും സ്നേഹിക്കുക അങ്ങനെയൊന്നുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ തന്നെ സ്നേഹിക്കുക, അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക. അല്ലാതെ മറ്റാരെങ്കിലും പകരമായിട്ട് സ്നേഹിച്ച് മറ്റാരെങ്കിലും ഒപ്പം നിലകൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അല്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്നതിനെ തടയാൻ വരുന്ന ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് അകറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരെല്ലായിടത്തൊന്നും ആ വ്യക്തിക്ക് ഒരു താല്പര്യവുമില്ല. മാത്രമല്ല ആർക്കും നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ തകർക്കാനോ തളർത്താനോ മാറ്റാനോ ഒന്നും സാധിക്കില്ല. അത്രയും ആവേശത്തോടെ, അത്രയും പോസിറ്റീവ് എനർജിയോടെ നിങ്ങളെ സ്നേഹിക്കുകയാണ്. അതിലൊന്നും ഒരു വ്യത്യാസവും ആ വ്യക്തി കാണിക്കുന്നില്ല. അതിലൊന്നും ഒരു വ്യത്യാസം കാണിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയുമില്ല. മാത്രമല്ല നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു സമാധാനം, ആ സമാധാനം മറ്റൊരു രീതിയിലും ആ വ്യക്തിക്ക് കിട്ടുന്നില്ല. സമാധാനത്തോടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. കാരണം നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മീയ ചൈതന്യം പോലെ, അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുകയാണ്. അത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കിട്ടുന്നില്ല. നിങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സമാധാനം, ആ സമാധാനം ആ വ്യക്തിയുടെ മനസ്സിൽ ധാരാളമായിട്ടുണ്ട്. മാത്രമല്ല എന്ത് പ്രതിസന്ധിയിലും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് നിൽക്കണം. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിൽ നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് നിന്ന് മുന്നേറണം. അല്ലാതെ നിങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു നന്മയെ ആഗ്രഹിക്കുന്നില്ല, ഒരു ആഗ്രഹമില്ല. നിങ്ങളോടൊപ്പം ചേർന്ന് ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ മൊത്തത്തിൽ ആ വ്യക്തിക്ക് വേണം, കിട്ടിയേ തീരും. നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. എപ്പോഴും ജീവിതം ഭാവിയിലുള്ളത് നിങ്ങളുടെ ഒപ്പം തന്നെ വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.